എന്നത്തെ പോലെ തന്നെ ഇന്നും തകണ് നേരം വെളുത്തുകൊണ്ട് നല്ല അതിരാവിലെ തന്നെ ഇങ്ങോട്ട് നേരം വെളുത്തുകൊണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ട് നീച്ച് വന്നപ്പോൾ ഇതിന് നേരം 5:30 5:45 6 മണിയുണ്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. പൊതുവേ ഇപ്പം നടക്കാൻ പോകാത്തത് കൊണ്ടും തന്നെ മടിയാണ്, നീക്കാനായിട്ട് കുറച്ച് മടി ഉണ്ട് ഇപ്പം. സ്കൂൾ തുറന്നപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ കൂടിയിട്ട് കാര്യമില്ലല്ലോ, നമ്മളെ പണി ഇതാക്കണം, വേഗം തീർത്തിട്ടില്ലെങ്കിൽ ഒരു പരിപാടി ശരിയാവില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്നക്കൂട് ബൈ അനിത സുബ്രഹ്മണ്യൻ. അങ്ങനെ തന്നെ നമ്മൾ പരസ്യം കൂടി പറഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്കൊരു സമാധാനമാകുക കേട്ടോ. അപ്പം എല്ലാ ദിവസവും ഇതാ ഇങ്ങനെ ആകാശം കാണിച്ചു തരാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടലില്ല. ഒക്കെപ്പാടൊരു ബേജാറും എത്തപ്പാടുള്ള ദിവസങ്ങളെ കാരണം ചിലപ്പോൾ ഒക്കെ ഇന്ന് ഇതാക്കുന്ന ഒരു സമാധാനപരമായിട്ടാണ് എൻ്റെ ഓരോ നീക്കുപോക്കുകൾ നടന്നുകൊണ്ട് നിൽക്കുന്നത്. ചോറ് ഇതാക്കണം, അടുപ്പത്ത് വേകുന്നുണ്ട് കേട്ടോ. ഇനി അതിക്കുള്ളൊരു കറി ഉണ്ടാക്കണം, അതിൻ്റെ ഇടയിൽ ഇതാക്കണം ചായ കടി അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് തീർക്കണം കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് കൂടുതൽ ഉറങ്ങിയിട്ടില്ലേ എന്നും കൂടി ഒരു സംശയമുണ്ട്. അപ്പോൾ ഇത്തിരി നേരം ഒരു 6 മണിയായപ്പോഴാണ് നീച്ച് വന്നത്. അങ്ങനെ നേരം വൈകിട്ടൊന്നുമില്ല, കാരണം എന്താ വെച്ചാൽ മൂപ്പർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. മഴയായതുകൊണ്ട് പണി കുറച്ച് ഡിമ്മാണ് കേട്ടോ. പിന്നെ ഇതാക്കണം, കുട്ടികൾക്ക് ഒരാൾക്ക് ചോറ് കൊണ്ടുപോയാൽ മതി, ഒരാൾക്ക് എന്താ സ്കൂളിൽ ചോറുണ്ട്. 8ാം ക്ലാസ്സുകാർക്ക് ഇതാ സ്കൂളിൽ ചോറുണ്ട്, +2കാർക്കാണ് ചോറ് കൊണ്ടുപോകേണ്ടത്. ഓളിതാ 8 മണിയാകുമ്പോൾ പോകുള്ളൂ. അപ്പോഴത്തേന് ഇതാക്കണം ഇത്തിരി ഒരു കുഞ്ഞി കുടുക്കയിൽ ഇത്തിരി ചോറ് വെക്കാൻ, ഇത്തിരി എന്തെങ്കിലും ഉപ്പേരിയോ കറിയോ മുട്ട വെച്ചൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്. എന്നപ്പോൾ 4 അപ്പം കൂടി ചൂടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ 4 അപ്പം കൂടിയും ചൂടട്ടെ. അപ്പോൾ ഇത് പത്തിരിപ്പൊടി കൊണ്ടില്ല അപ്പമാണ് കേട്ടോ. അതിൽ കുറച്ച് തേങ്ങയൊക്കെ ചെറുകിയിട്ട് അങ്ങനെ അടിപൊളിയായൊരു അപ്പമാണ്. പിന്നെ എൻ്റെ ബ്രഷ് കിടന്നുകൊണ്ട് തന്നെ ഞാൻ ആ വാഴൻ്റെ കയ്യുമെന്നൊരു സാധനം വെട്ടി കൊണ്ടുവന്നിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ എണ്ണ തേച്ചത്. പണ്ടൊക്കെ അങ്ങനെയാണല്ലേ, ഇപ്പോഴല്ല ഇപ്പോൾ ബ്രഷും കാര്യങ്ങളൊക്കെ വന്നത്. അങ്ങനെ ചായ അങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട്, പൊടിയൊക്കെ ഇട്ട് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അപ്പം ചുട്ടിട്ടുണ്ട്, കുറേ അപ്പം ചുട്ടിട്ടില്ല, കുറച്ച് അപ്പം ചുട്ടിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യാനുസരണം ചൂടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒക്കെ പാടുണ്ട് ഉണ്ടാക്കി വെച്ചാലേ ചിലപ്പോൾ അത് വേസ്റ്റ് ആകുള്ളൂ, നമുക്ക് കാടിക്ക് തട്ടാനേ ഉണ്ടാകുള്ളൂ. അതിനിടയിൽ കോഴികളൊക്കെ ഒന്ന് ഇട്ട് കുറച്ചൊന്ന് മുറ്റടിച്ച് വരാണ്ടായിരുന്നു, അതൊന്നും അടിച്ചു വാരി ഒക്കെ പാടെ കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം ആയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്നും ഇവിടെ നിന്ന് ഇരിക്കട്ടെ. ഇവിടെ നിന്ന് ഇരിക്കണം എന്തിനാ ചോദിച്ചാൽ മുറ്റടിച്ച് വരിയില്ല, അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അതിലാണ് അവിടെ പാറ്റ പൊടിയണ കണ്ട് കേട്ടോ, നമ്മളെ ഈയാമ്പാറ്റകൾ പൊടിയണ കണ്ട്. അപ്പോൾ അതാകണം കോഴിക്കളും അതേപോലെ തന്നെ കാക്കാളും കൊത്തി തിന്നിട്ട് ഭയങ്കര തിരക്കാണ്. പിന്നെ ചെതലക്കാടാളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇതാക്കണ കരിയിൻ്റെ പോലത്തെ ഒരു കിളിയുണ്ടല്ലോ, ഒരു എന്താ പറയുക എന്തൊരു കളർ, ആ ഒരു കളറിലുള്ള കിളിയുണ്ട് ഇഷ്ടംപോലെ അവിടെ ഇങ്ങനെ ആ ഒരു പാറ്റനെ കൊത്തി തിന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം ഇനി പോലെ ഞാൻ ശല്യപ്പെടുത്തണ്ടല്ലോ ചോദിച്ചാണ്ട് ചൂല അവിടെ ഇട്ടാണ്ട് ഇതാണ് ഇങ്ങനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ മൂപ്പര് നീച്ച് വന്ന് ഇതാക്കണ് ഭയങ്കര പേപ്പർ വായന കേട്ടോ, നല്ല ചൂടപ്പം പോലത്തെ വാർത്തകളാണല്ലോ ഇപ്പം ഉള്ളത്. അപ്പോൾ അത് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇതാക്കണം ഇവിടെ നിലമ്പൂരൊക്കെ വീണ്ടും ഇതാക്കണ് വോട്ടെടുപ്പും കാര്യങ്ങളും അങ്ങനത്തെ ഭയങ്കര ചൂടാണല്ലോ ഇപ്പം ഉള്ളത്. അപ്പോൾ അതൊക്കെയാണ് വായിച്ചുകൊണ്ടിരിക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ഒരാൾ പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഒരാളും കൂടി പോകാനുണ്ട്. അപ്പോൾ ഞാനിതാ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അടിച്ചു വാരട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അടിച്ചു വാരി എൻ്റെ ഓരോരോ പണികൾ ഇതാ ഒരു ടൈം ടേബിൾ ഇപ്പോൾ ഒരുവിധം ടൈം ടേബിളിലാക്കി വരുന്നുണ്ട്. നമ്മൾ ആ ഒരു 2 മാസം ലീവ് ഉണ്ടായപ്പോൾ ടൈം ടേബിളൊക്കെ ആകെപ്പാടെ തെറ്റി എന്തൊക്കെയോ പോലെ ആയിരുന്നു. ഇനി ഏതായാലും ആ ടൈം ടേബിൾക്ക് വരണം. അപ്പോൾ പാളം തെറ്റിയ വണ്ടി ഉണ്ടല്ലോ, ആ ഒരു ട്രാക്കിലേക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ കുറച്ച് സമയം പിടിക്കൂലേ. അപ്പോൾ അത്ര പെട്ടെന്നൊന്നും ആയി വരൂല, ആക്കം പോലെ കണ്ട് ആകുള്ളൂ. അപ്പോൾ അതപ്പോൾ പറഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ TV വെച്ചിട്ടുണ്ട്, കുറച്ച് ചെറിയൊരു പാട്ട് കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ 8ാം ക്ലാസ്സത്തെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുവരെയായിട്ട് യൂണിഫോം അടിച്ചിട്ടില്ല, അത് ഞാനേതായാലും വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്, ഇനി അടിക്കണം. അപ്പോൾ മക്കളെ റൂം ആകെപ്പാടെ അലമ്പായിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അറിയാമല്ലോ വല്ലതൊക്കെ പോയാലാണ് ഇതൊക്കെ അടിച്ചു വാരിയിട്ട് ഒരു ഇതാക്കണ്ട് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു മെഷീൻ ഇട്ട ആ റൂമിലും ഒക്കെപ്പാടെ ഒരു അലമ്പാണ്. പിന്നെ കുറേ തയ്ക്കാൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് പെരുന്നാളല്ല വരുന്നത്, ഈ ഒരു വീഡിയോ പെരുന്നാളിൻ്റെ മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തയ്ക്കാനുണ്ട്. അപ്പം അങ്ങനെ അല്ലറ ചില്ലറ തയ്ക്കാനൊക്കെ മാക്സി ചുരിദാർ ഷേപ്പാക്കാൻ ഇതൊക്കെയാണ് നമുക്ക് കിട്ടല്. അപ്പോൾ എന്നാലും അത് മതി, നമ്മൾ ഇതാക്കണം പോക്കറ്റ് മണിക്ക് ഇപ്പോൾ അതൊക്കെ മതിയല്ലോ. അപ്പോൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ തന്നെ ഇത്തിരി വിലയൊക്കെ ഉണ്ടാകുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇതാക്കണം പുല്ല് വിലയിക്കാരം. അതാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്, അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ പിന്നെ അടുക്കളയെന്ന് പറയേണ്ടത് നോക്കണ്ട, അലമ്പാണ്, നല്ല പോലെ അലമ്പാണ് അടുക്കള. ആ അലമ്പക്ക് ഇതാക്കണം ചെല്ലാതെ കേൾക്കാരം നല്ലത്, ഭയങ്കര പണിയാവും. അതിൻ്റെ ഇടയിൽ ഇതാക്കണ ഈ ഒരു വാഴയെന്നൊരു വിളി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വേഗം നമുക്ക് വാഴക്കന്ന് വെക്കണം എന്നുള്ളത് പറഞ്ഞാണ്ട്. അപ്പോൾ കുറച്ച് വാഴക്കന്ന് ഇതൊക്കെ കേടൊന്ന് പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ അതൊന്ന് വെക്കാനായിട്ട് പോകട്ടെ, ബാക്കി പണികളൊക്കെ വന്നിട്ട് എടുക്കാം.
അപ്പോൾ ഇപ്പോൾ അതാക്കണം ഭയങ്കര വെയിലാണല്ലോ അല്ലേ, മഴയൊക്കെ കമ്മിയാണ്, നല്ല വെയിലാണ്. ഒരു 8 മണി 7 മണി ആകുമ്പോൾ തന്നെ നല്ല ചൂടുള്ള വെയിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതാക്കണം ആ ഒരു വെയിലത്ത് കറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ, ഇതിപ്പോൾ ഇറങ്ങിയല്ലേ മതിയാകുള്ളൂ. അപ്പോൾ കുറച്ച് വാഴക്കന്ന് അവിടെ ഇവിടെയൊക്കെ ഇതാക്കണം കേട് വന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഒരു മഴ ഇല്ലേന്നല്ലേ, ഇപ്പോഴല്ലേ ഇപ്പം മഴ വന്നത്. ആ ഒരു മഴ ഇല്ലാത്ത ടൈമിൽ നമ്മൾ വാഴക്കന്നൊക്കെ വെച്ചെന്ന് കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ വെള്ളമൊന്നും കിട്ടാതെ മരിച്ചു പോയിന്ന്. ഇപ്പോൾ അത് വീണ്ടും തിളർക്കുണ്ട്, മഴ പെയ്തപ്പോൾ തിളർത്തു, അതിൻ്റെ ഇടയിൽ കുറേ ചീഞ്ഞു. അത് വേറെ നടാനുള്ള പരിപാടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത്. അപ്പോൾ ആ മുന്ന് വരിയത്തൊക്കെ പറ്റ കേടന്നിട്ടുണ്ട്. ആ കന്നുകളൊക്കെ നമ്മൾ കുറേ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, അപ്പോൾ അതൊക്കെ കേട് വന്ന് പിന്നെ ഇതാക്കണം നമ്മൾ പൈസ കൊടുത്ത്. കുറേ കൃഷിയിൽ ഇറങ്ങുമ്പോൾ അങ്ങനെയാണ്, കുറേ അങ്ങോട്ട് മുടക്കിയാൽ തന്നെയാണ് കുറേയൊക്കെ ഇങ്ങോട്ട് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കൃഷിക്കാർ അറിയുന്നത്, അങ്ങനെയാണ് ഭയങ്കര നഷ്ടമായി. കാരണം ലാഭം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെ കിട്ടാനൊന്നുമില്ല, പിന്നെ ഓല ഒരു ഇഷ്ടമായിട്ട് അങ്ങനെ കൊണ്ടു നടക്കണം. കൃഷിക്കാരത് ആ ഒരു സ്വഭാവമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ കൃഷിക്കാരൊന്നുമില്ല, നമുക്ക് ഇതാകണം കുറച്ച് വാഴ അതേപോലെ തന്നെ വല്ല പയറൊക്കെ, ഇതിൻ്റെ ഇടയിൽ കൂടെ പയർ നടുന്നുണ്ട് കേട്ടോ. അതപ്പോൾ ഞാൻ പറഞ്ഞു, പൊതുവേ നമ്മൾ ആദ്യം മുതലേ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് പയറാണ്. പയർ, പടവലം അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നേരെ വെള്ളരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഇതിനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പയറിടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതും കൂടി ആകുമ്പോൾ നമുക്ക് മഴക്കാലത്ത് കഴിയണ എങ്ങനെയൊക്കെ തട്ടിമുട്ടി കഴിഞ്ഞ് പോകണമല്ലോ. അപ്പം അങ്ങനെ കേട്ടോ, എന്തെങ്കിലുമൊക്കെ കൃഷി ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല, ഒരുപാട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല, എന്നാലും ഇപ്പോൾ 1% നമുക്ക് കിട്ടാതെ നിൽക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ പൊരി വെയിലത്ത് ഞങ്ങൾ നടാൻ പോകുകയാണ് വാഴക്കന്ന് കേട്ടോ. ഫുള്ള് നേന്ത്രക്കായാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടിഭാഗത്തു കൂടെയൊക്കെ നല്ല മൈസൂരിൻ്റെ കൊലയും കൂടി വാഴയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ കൃഷിക്കാരന് ഞാനും കൂടി ഭയങ്കരമായിട്ട് പണിയിലാണ് അവിടെ. വേലിക്ക് വല്ലാതെ കൊള്ളാൻ കഴിയൂല, ഭയങ്കരമായിട്ട് തലവേദനയും വലിയവേദനയും വരും. അപ്പോൾ അങ്ങനെ ഇതാ കുറച്ച് നേരം വെയിലുണ്ടപ്പോൾ ഇതിന് തന്നിച്ച് കയറിപ്പോയിക്കോന്ന് പറഞ്ഞപ്പോൾ വേഗം ആ ഒരു കേട്ട പാതി കേൾക്കാത്ത പാതി എന്നും പറഞ്ഞിട്ട് ഞാൻ വണ്ടി പോകുന്നതാണ് കേട്ടോ. ഇനി കൂടുതലായിട്ട് വലിയ കൊണ്ടാൽ പിന്നെയും അതൊരു പണിയാവും കേട്ടോ. പിന്നെ മൈഗ്രെയിൻ്റെ വേദന എങ്ങാനും വന്നാൽ പിന്നെ കിടപ്പിലാവും, ഫുള്ള് കിടപ്പിലാവും. അതുകൊണ്ട് വേഗം വെയിൽ കൊള്ളാതൊക്കെ ഓടി പോകുന്നതാണ് ഞാൻ. അപ്പോൾ നല്ല വെയിലാണ്, നല്ല ചൂടാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് കൂടെയാണ് പുഴയ്ക്ക് പോകുക കേട്ടോ, ആ മതിലിൻ്റെ ആ ഒരു സൈഡിൽ കൂടെയാണ് പുഴയ്ക്ക് പോകുക. അപ്പോൾ വലിയ ദൂരമൊന്നുമില്ല, നമുക്കൊരു 5 മിനിറ്റിൻ്റെ നടത്തം കൂടി ഇല്ല. ഒരു ഏച്ച് വലിച്ചാണ് നടന്നാൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് നമ്മൾ പുഴയിലെത്തും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെയൊക്കെ വെള്ളം കയറിയുന്നുണ്ട്. 19 ആ ഒരു പ്രളയത്തിൽ ഇതാക്കണം ഇവിടെ ഫുള്ള് വെള്ളം കയറിയതായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ അവിടുന്ന് പോകുന്നു, പിന്നെ കുറച്ച് തോരെ പണികളൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തതൊന്നുമില്ല കേട്ടോ, ഒക്കെ പാടെടുത്തതൊന്നുമില്ല. അപ്പം പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കയറേ, ഇനിയിപ്പോൾ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്ട് വേഗം തയ്ക്കാനിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു മീറ്ററിന് ഒരു 30 ഉറുപ്പ്യ ഉണ്ടായിരുന്നു ഇത് നമ്മൾ മഞ്ചേരിയിൽ നിന്ന് പോയി വാങ്ങിയപ്പം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനോട് എന്തെങ്കിലും നമ്മൾ പെരുന്നാളല്ലേ വരുന്നത്, മക്കളുടെ ഉടുക്കയിലൊക്കെ പോകുകയാണെങ്കിൽ ഇട്ടോട്ടെ എന്ന് വിചാരിച്ചാൽ അത് അടിക്കാതെ വെച്ചാട്ടോ. നല്ല ജിമിക്കി കമ്മലാണ്, 30 ഉറുപ്പ്യക്ക് ഒട്ടും ഇതാക്കണേ, അടിപൊളി, ഒട്ടും എന്താ നമുക്ക് നഷ്ടം വന്നിട്ടില്ല എന്നപ്പോൾ പറയാൻ വന്ന്. നല്ല ശീലയാട്ടോ, നല്ല കളറൊന്നും പോണില്ല, അടിപൊളി ശീലയാണ്. 30 ഉറുപ്പ്യ അടിപൊളിയാക്കിയിരിക്കണം കേട്ടോ. എനിക്ക് എന്തോ നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ഏതായാലും പൈസ കിട്ടുകയാണെങ്കിൽ പോയി വാങ്ങണം. അത് വെട്ടി കഷ്ണിച്ച് ഇതാക്കണ നമ്മളെ മെഷീനിൽ എണ്ണയും കാര്യങ്ങളൊക്കെ കൊടുത്ത് വന്നപ്പോൾ അതിന് മൂപ്പര് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും ചോറ് തിന്നു കേട്ടോ. ചോറിന് കറി അറിയുന്നത് വല്ലാതായിട്ടൊന്നും ഇല്ലെന്നും, ചെറുപയറിൻ്റെ കറി മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നും ഞാൻ ഉണ്ടാക്കിയതുമില്ല. പിന്നെ ഞാൻ അടിക്കാനായിട്ട് ഇരുന്നു. ഇനിയിപ്പോൾ ഇത് തീർത്തിട്ട് തന്നെ ഉള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് അടിക്കാനായിട്ട് ഇരുന്നു. അത് ഞാൻ യൂട്യൂബിൽ നിന്നൊക്കെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് ഇതിൻ്റെ മോഡലൊക്കെ കണ്ടുപിടിച്ചത് കേട്ടോ. എനിക്ക് ഇങ്ങനെ മോഡൽ അടിക്കുന്നത് നല്ല ഇഷ്ടമാണ്. ഇപ്പം എന്തെങ്കിലും ശീലമൊക്കെ കിട്ടുകയാണെങ്കിൽ യൂട്യൂബിൽ കൂടെ പരതണ പണിയാണ് കേട്ടോക്ക്. ക്രോമ് വഴിയും പിൻട്രസ്റ്റ് വഴിയൊക്കെ പരതണ പണി, ഏതാ നല്ല മോഡൽ എന്ന് വിചാരിച്ചാണ്ട് ഇങ്ങനെ തിരഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു മോഡൽ കണ്ടതാണ് കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു മോഡലൊന്ന് അടിച്ചെടുക്കണം. സംഭവത്തിൽ ഇതാണ് കേട്ടോ, മോഡൽ ഞാൻ കണ്ടുപിടിച്ചത് ഇതാണ്. പക്ഷേ ശീലയും ഞാൻ കണ്ട മോഡലും കൂടി മാച്ചാകണില്ല, എങ്ങനെ അടുപ്പിച്ചിട്ടും അടുക്കണില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ എന്ത് വിചാരിച്ചു, എങ്ങനെയും വരട്ടെ വിചാരിച്ചു ആ ഒരു മോഡൽ തന്നെ ഇട്ട് ഭയങ്കരമായിട്ട് അടിച്ചു. ഇനിയിപ്പം മക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മാറ്റി അടിക്കാമല്ലോ എന്നുള്ള ഇതിലാണ് ഞാൻ അടിച്ചു വെച്ചത്. അപ്പോൾ അടിയോടടിയാണ് കേട്ടോ. പിന്നെ നൂലും മാച്ചായി കിട്ടിയില്ല, ഒക്കെപ്പാട് എന്തൊക്കെയോ തട്ടി മുട്ടിയിട്ട് അങ്ങനെ പോയി. എന്നാലും ഞാൻ വിട്ടു കൊടുത്തിട്ടില്ല, ഞാനില്ല നൂലും വെച്ചിട്ട് ആ ഒരു ചെറിയൊരു മാച്ചാകണ നൂലും വെച്ചിട്ടാണ് അടിച്ചെടുത്തത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് കേട്ടോ, ആ ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ അത് തീർക്കണം എന്നുള്ളൊരു എന്താ പറയുക ഒരു വാശിയുണ്ടല്ലോ, അതോടുകൂടി ഇത് അടിച്ചത് തീർത്തതാണ് കേട്ടോ. അപ്പോൾ മക്കൾ വരുമ്പോൾ സ്കൂളിട്ട് വരുമ്പോൾ തന്നെ സർപ്രൈസ് ആക്കി കൊടുക്കണമല്ലോ. ഇപ്പോൾ നാളെയും മറ്റന്നാളൊന്നും പെരുന്നാളായിട്ട് ലീവ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച മുതൽ ലീവാണെങ്കിൽ ഉഷാറായില്ല, മക്കൾക്ക് എവിടേക്കെങ്കിലുമൊക്കെ പെരുന്നാൾക്ക് ഇട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ഇത് മാത്രമേ അടിക്കണുള്ളൂ കേട്ടോ. ഇനി
ഇനിയിപ്പോൾ അടിക്കാൻ ഇഷ്ടം പോലെ തുണിയുണ്ട്. അങ്ങനെ വില കുറവിൽ വാങ്ങിയോണ്ട് നമുക്ക് കുറച്ച് 2-3-4 തുണിയും കൂടി അടിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അടിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. എങ്ങനെയുണ്ട് അതിൻ്റെ മോഡലും കാര്യങ്ങളൊന്നും പറയാൻ മറക്കല്ലേ. അങ്ങനെ ഇതാക്കണം ഞാൻ ഇപ്പം അടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇങ്ങനെയാണ് ആ ഒരു മോഡൽ വന്നത്. ഏകദേശം ഇതാക്കണം അങ്ങനെ അതിൻ്റെ അടുപ്പിച്ച് വന്നിക്കണം കേട്ടോ. പക്ഷേ അടിച്ച് വന്നപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒന്നാമത് ആ ഒരു ശീലയല്ല കേട്ടോ, മറ്റേ ആ ഒരു ചിത്രത്തിൽ കണ്ടത് നല്ല ഒരു കുഴഞ്ഞ ശീലയായിരുന്നു. അത് അങ്ങനെയാവുമ്പോൾ തിരക്കടില്ല. പക്ഷേ ഇത് കുറച്ചൊരു പേപ്പർ മോഡൽ ഒരു ശീലയാണുള്ളത്. അപ്പം തീരെ ഒരു വൃത്തിയില്ലാത്ത പോലെ ഇതിൻ്റെ ഭാഗങ്ങളൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് അടിച്ച് വെച്ചിട്ടുള്ളൂ. അടിഭാഗം ഒന്നും വെട്ടിയിട്ടൊന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ നമുക്ക് വെട്ടിയാൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ചോദിച്ചാണ് ഞാൻ വെട്ടാതെ നിന്നത്. അപ്പം ഇങ്ങനെയാണ് അടിച്ചുള്ള ആ ഒരു മോഡൽ പോലെ ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനിയിപ്പോൾ ഒന്നായിട്ട് അയച്ചാണ്ട് വേറെ ഒരു രീതിക്ക് അടിച്ച് വെക്കണം. അപ്പം അങ്ങനെയാണ് ഉള്ളത് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് അടിച്ചത്? ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും എനിക്ക് വല്ലാതാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചാണ്ട് ക്യാമറ ചുറ്റി പിടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളെ മീശോക്കാരൻ വന്നിട്ട് പോയത്. അപ്പോൾ ഇതാക്കണം വലിയൊരു കവർ വന്നിരിക്കണം കേട്ടോ. അവിടെ വലിയൊരു കവറിൽ സാധനം ഇതാക്കണം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പൈസ ഇല്ലെങ്കിലും സാധനം ഇഷ്ടം പോലെ ഉണ്ട്. എന്താ വെച്ചാൽ ഇതാക്കണം ഞാൻ ചെരുപ്പ് പറഞ്ഞു കേട്ടോ. അപ്പം മഴയാണല്ലോ, അപ്പോൾ അകത്ത് കൂടെ ഇടാനൊരു ചെരുപ്പ് വേണം. പിന്നെ പുറത്തേക്ക് സംഭവത്തിൽ ചെരുപ്പില്ല. അപ്പോൾ അവിടെ ഒന്ന് പുറത്തേക്ക് ഇടാൻ 2 അകത്ത് ഇടാൻ വിചാരിച്ചാണ്ട് വാങ്ങിയതാണ്. വെറും 175 ഉറുപ്പ്യ 3 ഉറുപ്പ്യറ്റേ ആയിട്ടുള്ളൂ ഈ 3 ചെരുപ്പിന് കേട്ടോ. വലിയ വീടൊന്നും നിൽക്കുകയൊന്നുമില്ല, എന്നാലും ഇട്ട് നടക്കാം, അത്ര തന്നെ ഉള്ളൂ. അത്രയും വിലയല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയും ഇങ്ങനെ ഇട്ട് നടക്കാം. ഫസ്റ്റ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ചെരുപ്പാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു നീല ചെരുപ്പ്, പൂക്കളും കൈകളൊക്കെ ഉള്ള ചെരുപ്പാണ്. പിന്നെ ഇതങ്ങനെ വെള്ള ചെരുപ്പാണ്. വെള്ളനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അത് കഴുകി നന്നാക്കി കൊണ്ട് നടക്കണ്ടേ, എന്നെ കൊണ്ടാവില്ല കേട്ടോ അതൊന്നും. പിന്നെ ഉള്ളത് കറുപ്പ് ചെരുപ്പാണ്. ആർക്കും എപ്പോഴും എങ്ങനെ ഇടാൻ പറ്റിയൊരു ചെരുപ്പാണ് ഈ കറുപ്പ് ചെരുപ്പ്. അങ്ങനെ 3 ചെരുപ്പാണ് നമ്മൾ മീശോയിൽ ഓർഡർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി വന്നപ്പം ഒരു സമാധാനം. ഇനിയിപ്പോൾ അകത്ത് കൂടെ ചെരുപ്പിട്ട് നടക്കാൻ ഇഷ്ടമൊന്നുമില്ല, എന്നാലും കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിയ ചെരുപ്പാണ് ഇത് 3ഉം. അടിപൊളി ചെരുപ്പാണ് കേട്ടോ. പിന്നെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, നല്ല ഉഷാറ് മഴയാണ്. അപ്പം ഇത്ര തന്നെയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. അപ്പം ഇങ്ങനെയാണ് ഇതാക്കണം ആ ഒരു ഉടുപ്പ്. പിന്നെ രൂപമാറ്റം വന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഷോർട്ടിൽ ഞാൻ വിശദമായിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ മണ്ടി പോയാണ്ട് ആ ഷോർട്ട് വീഡിയോയും കൂടി ഒന്ന് കാണണം, എപ്പോഴാണ് മനസ്സിലാവുള്ളൂ.